കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പഴയ ബ്ലോക്കിൽ അത്യാഹിത വിഭാഗത്തിന്റെ താൽക്കാലിക പ്രവർത്തനം തുടങ്ങി. പൊട്ടിത്തെറിക്ക് കാരണം UPSന്റെ ബാറ്ററി തകരാറെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ടേജ് കാരണം ബാറ്ററികൾ വീർത്തു പൊങ്ങി. PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. സമീർ C. മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. സമീർ, ഒരു തരത്തിലും മറ്റെവിടെ ഉണ്ടായാലും ഉണ്ടാവാത്തൊരു സ്ഥലത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ യഥാർത്ഥ കാരണത്തെപ്പറ്റി, ഇനി ഒരു കാരണവശാലും ഒരു കാലത്തും അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കത്തെപ്പറ്റി ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് തുടർ നടപടികൾ? സമീർ. ഹാഷ്മി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായ പൊട്ടിത്തെറിയുടെ കാരണം സംബന്ധിച്ചാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇതിൽ 34 ബാറ്ററികളിൽ ഒരെണ്ണത്തിന് അതിൽ ഷോർട്ടേജ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് പിന്നീട് അത് വീർത്തു വന്നു, പിന്നീട് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് മറ്റു ഇടങ്ങളിലേക്ക് അതിൻ്റെ തീ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പരിശോധന അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു, അതിൻ്റെ സുരക്ഷാ ചുമതലയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ അത് വീർത്ത് വരുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ വൈദ്യുതി വളരെ വേഗത്തിൽ വിച്ഛേദിക്കാനും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രത്യാഘാതങ്ങളിലേക്ക് ഇടയാക്കിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ PWD ഇലക്ട്രിക്കൽ വിഭാഗം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ 2026 ഒക്ടോബർ വരെ ഈ MRI സ്കാനിനും അതിൻ്റെ UPS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അതിൻ്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അതിൻ്റെ വാറൻറ്റി ഉണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ അത് കരാർ ഏറ്റെടുത്ത ആ കമ്പനിയും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമയങ്ങളിൽ അതിൻ്റെ പരിശോധന നടത്തേണ്ടതിരുന്നു എന്നുള്ള ഒരു നിർദ്ദേശം കൂടി, നടത്താത്തത് ഒരു വീഴ്ചയായി എന്നുള്ള അത്തരത്തിലുള്ള ഒരു വിമർശനം കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ DMEയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു വരികയാണ്. പ്രിൻസിപ്പലുണ്ട്, വൈസ് പ്രിൻസിപ്പലുണ്ട്, അതുപോലെ തന്നെ മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് ഈ യോഗം നടക്കുന്നത്. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ചൊക്കെ ഈ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ വാർത്താസമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനും തന്നെ അദ്ദേഹം ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്ലോക്ക് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയും അവിടെ നിന്നുള്ള രോഗികളെല്ലാം തന്നെ മാറ്റുകയും ചെയ്തത്. അതിലിപ്പോൾ താൽക്കാലികമായിക്കൊണ്ട് താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. പഴയ ബ്ലോക്കാണ് കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. 100ഓളം രോഗികളെ അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ പുതിയ ബ്ലോക്കിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാവുന്നതോടുകൂടെ അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റും. പഴയതിൽ നിന്ന് പുതിയ ഭാഗത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ രോഗികളെ കൊണ്ടുവരികയാണ് എങ്കിൽ അതിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മെഡിക്കൽ കോളേജ് വിഭാഗം അറിയിക്കുന്നത്. പഴയ കാഷ്വാലിറ്റിയിൽ നേരത്തെ പ്രവർത്തനം നിർത്തിവെച്ചതായിരുന്നു. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പഴയ കാഷ്വാലിറ്റി പൂർണ്ണ തോതിൽ തന്നെ അത് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. 100ഓളം രോഗികളെ ഒരേ സമയത്ത് ചികിത്സിക്കാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഹാഷ്മി. ഓക്കെ, സമീർ C. മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിൻ്റെ കെമിക്കൽ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ മാത്രം വിശദം. എന്നാൽ ഏറ്റവും ഒടുവിൽ വരുന്നത് മരണകാരണം ഹൃദയാഘാതമാണെന്ന് പറയുമ്പോൾ പോലും കാഷ്വാലിറ്റിയിൽ ഉണ്ടാവരുതാത്ത ഒരു അത്യാഹിതമാണ് ഉണ്ടായത്. അത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നുമുണ്ട്. എന്തായാലും അതിനി ആവർത്തിക്കാതിരിക്കട്ടെ.